മല്ലപ്പള്ളി ചിരുമാലട മഹാദേവ ക്ഷേത്രത്തിലെ കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ബലിതർപ്പണത്തിനായിട്ട് അനേകായിരം ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിയിരുന്നത്. രാവിലെ 3:30 മുതൽ ഇവിടെ ബലിതർപ്പണം നടന്നു. അനേകായിരം ഭക്തജനങ്ങൾ മല്ലപ്പള്ളിയിലും മല്ലപ്പള്ളിയുടെ സമീപ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിരുന്നു. എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഇവിടെ ബലിതർപ്പണത്തിനായിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. ഇവിടെ ബലിതർപ്പണത്തിന് എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ട ക്രമീകരണങ്ങൾ ക്ഷേത്രം ഒരുക്കിയിരുന്നു. ഭക്തജനങ്ങളുടെ സുരക്ഷയെ മാനിച്ച് ഹൈന്ദവ സേവാ സംഘത്തിന്റെ പ്രവർത്തകരും മഹിളാ സമാജ പ്രവർത്തകരും കൂടാതെ പോലീസ് സേന, ഫയർഫോഴ്സ്, മറ്റ് സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തനം ഇവിടെ എല്ലാ സമയവും ഉണ്ടായിരുന്നു. ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾ തൊഴുകൈകളോടുകൂടി തിരുമാലടേശനെ വണങ്ങിയതിനു ശേഷം ആചാര്യൻ ഉരുവിടുന്ന മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അവരുടെ പൂർവികരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവരുടെ മോക്ഷത്തിനായിട്ട് വളരെ ഭംഗിയായിട്ട് തർപ്പണം നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളത് എല്ലാ ഭക്തരുടെ മുഖഭാവങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ ചിട്ടയോടുകൂടി എല്ലാ വർഷവും ഇവിടെ ബലിതർപ്പണം ചടങ്ങുകൾ നടക്കുന്നു. അതിന് ആചാര്യനും ആചാര്യന്റെ ശിഷ്യന്മാരും ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ പൂജാ ദ്രവ്യങ്ങളും നൽകി അവർക്ക് സുഖമായിട്ടുള്ള ബലിതർപ്പണം നടത്താനായിട്ട് അവരെ സഹായിച്ചു. വർഷത്തിലൊരിക്കൽ മൺമറഞ്ഞുപോയ താങ്കളുടെ പൂർവികരെ അവരെ ആത്മശാന്തിക്ക് വേണ്ടി മോക്ഷത്തിന് വേണ്ടി നടത്തുന്ന ഒരു പുണ്യ കർമ്മമാണ് കർക്കിടക വാവുബലി തർപ്പണം എന്ന കർമ്മം. വളരെ ക്ഷമയോടുകൂടി ഓരോ ഭക്തരും തിരുമാലടേശന്റെ മുൻപിൽ നടത്തുന്ന ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുത്തു. കർമ്മത്തിന്റെ അവസാന ഘട്ടമായ പ്രതികൾക്ക് വേണ്ടിയുള്ള ആ പിണ്ഡം സമർപ്പിക്കാനായിട്ടുള്ള ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ആചാര്യൻ പറഞ്ഞുകൊടുത്ത എല്ലാ മന്ത്രങ്ങളും ഉരുവിട്ട് അവർക്ക് ബലിതർപ്പണം എന്ന കർമ്മം ചെയ്യാനായിട്ട് സാധിച്ചു. അതിനുശേഷം താങ്കൾ പ്രതികൾക്ക് വേണ്ടി സമർപ്പിച്ച പിണ്ഡവും വഹിച്ചുകൊണ്ട് അവർ പൂജ നടത്തിയ സ്ഥലത്തു നിന്ന് വട്ടം കറങ്ങി മണിമലയാറിന്റെ തീരത്തുള്ള കടവിലേക്ക് സമർപ്പിക്കാനായിട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്.
അതിനുശേഷം കുളിച്ച് അവര് തിരികെ വന്ന് തിരുമാലേശനെ വണങ്ങി പ്രതിപൂജയും കഴിഞ്ഞിട്ടാണ് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയത്. എല്ലാ ഭക്തജനങ്ങൾക്കും തിരുമാലേശന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.